നേന്ത്രപ്പഴം വെച്ചിട്ട് പഴം നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കുക. ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള 2 പഴം കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അതിനാവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഫ്രൈ ആവട്ടെ. 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഏലക്കായ പൊടിച്ചതും ചേർത്ത് നമുക്ക് പഴത്തിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള സ്വീറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യും. 1 ടീസ്പൂൺ കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കസ്കസായി പഴം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്കിതിലാണ് നിറയ്ക്കേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊരു അത് നിറയ്ക്കാനുള്ള സ്ഥലം ആക്കി കൊടുക്കുക. ഇനി ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ സ്വീറ്റില്ലേ നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങേൻ്റെ സ്വീറ്റ് നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കുക. പതുക്കെ നിറച്ച് കൊടുക്കുക. ഇത് അങ്ങനെ മുറിഞ്ഞു പോകരുത് പഴം. അങ്ങനെ സൂക്ഷിച്ച് നിറച്ച് കൊടുക്കുക. പഴത്തിൽ നമ്മൾ നിറച്ച് കൊടുത്തു. ഇനി അടുത്തതിലും ചെയ്തു. ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പാനിൽ നമുക്ക് വെറുതെ നെയ്യ് ഒഴിച്ചതിന് ശേഷം വെറുതെ ഷാലോ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഇതിന് ഒരു മാവ് കൊണ്ട് ഒരു കവറിങ് ഒക്കെ വെച്ച് ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുക. ഞാൻ അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. ഇവിടെ ഡീപ് ഫ്രൈ ചെയ്യാതെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു പാനിൽ വെച്ചിട്ട് ചെയ്യാം. ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സൈഡിലൊക്കെ കുറച്ച് നെയ്യ് പരത്തി കൊടുക്കുക. അടച്ചിട്ട് കൊടുത്തു അടച്ച് വെച്ചിട്ട് ആവട്ടെ. പ്ലേറ്റിലേക്ക് മാറ്റി. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പഴം നിറച്ചത് റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്.